അവസാനത്തെ ഭാഗം? ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. തെറ്റ് ശരിയായില്ല, നമുക്ക് ഒന്നുകൂടെ എടുത്താലോ? അപ്പൊ ഇങ്ങനത്തെ പുതുതൻ ഡാൻസുകളുമായിട്ട് ഇനി ഞാൻ ഈ ശംഖു ശങ്കരൻ വരും. അപ്പൊ വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ. ദിസ് ഈസ് ശങ്കരൻ സൈനിങ് ഔട്ട്. നീ എന്തോ കാണിക്കണ ശങ്കര? ലൈവ് ആയിരുന്നു. ലൈവ് ആയിരുന്നു. എന്റെ ദൈവമേ, ശിങ്കു ശങ്കരന്റെ ഇതിലല്ലേ ലൈവ് പോയത്? ശിങ്കു ശങ്കരൻ നീ നിന്റെ ലൈവ് നിങ്ങളെ ചാനലിൽ തുടങ്ങി. ഞാൻ എന്റെ തുടങ്ങാനല്ലേ പറഞ്ഞത്. നിങ്ങളെ ചാനൽ തുടങ്ങി നിങ്ങൾ ഇടുമ്പോ വർഷങ്ങളാവും നിങ്ങളുടെ റീച്ച്. നീ നിന്റെ കാര്യം പറഞ്ഞത് നിന്റെ ഇടയാ. പിന്നല്ല, നീ എന്താ ചതിയടാ കാണിച്ച? നീ എന്റെ കയ്യിൽ നിന്ന് പാലും മുട്ടയൊക്കെ വാങ്ങിച്ചു. അതല്ല പറയണത്, ഞാൻ ഒരു ഡാൻസ് ടീച്ചറല്ലേ, ഞാൻ 10 പിള്ളേരെ പഠിപ്പിക്കണല്ലേ, അവരൊക്കെ കാണൂല്ലേ, ഞാൻ തെറ്റിച്ചല്ലേ കളിച്ചത്. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലേ കാണുള്ളൂ. എനിക്ക് വയ്യ. ചെറുക്കന്റെ കാര്യം ജാട അഹങ്കാരം. എനിക്കിഷ്ടപ്പെട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഇതിപ്പോ എത്ര പേര് കാണും? ലൈവ് പോയി വെച്ചിരിക്കണ കാണണം. നീ ഒരു ഐഡിയ പറഞ്ഞു. എന്താ ഐഡിയ? ഏതായാലും നിന്റെ ഐഡിയ കൂടെ കേൾക്കട്ടെ. നോക്കിക്കൊണ്ടിരുന്ന ഐഡിയ മോളിന്ന് തരും. ദൈവമേ, ഇവർക്ക് ഐഡിയ നന്നായിട്ട് കൊടുക്കണേ. ശരി, എന്തൊരു സ്വഭാവം. ഇപ്പൊ എന്റെ സ്വഭാവത്തിന് കുറ്റം. ശരി, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിന്റെ നേരത്തെ വീഡിയോ എടുക്കാതെ തന്നെ നന്നായി. നീ ഏതായാലും തയ്ക്കുമല്ലോ. അത് തന്നെ, അവളെ രക്ഷപ്പെട്ടോളൂ. നമ്മള് മാറി. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല. പിന്നെ അയ്യേ, നിങ്ങൾക്കുള്ള ഷേക്കിനുള്ള ബദാമോ എല്ലാണ് ആ ചെറുക്കൻ തിന്നിട്ട് പോയിട്ട് എനിക്ക് ഈ പണി തന്നത്. അത് നീ ആദ്യമേ പറയുന്നത്. എന്റെ ബദാമ എടുത്ത് കൊടുത്തെന്ന് നിങ്ങളല്ലേ പറഞ്ഞ എല്ലാം എടുത്തുകൊടുന്ന്. ഒരു ബദാമ പാലും കൊടുത്ത് പറത്താവൻ പറവ പ്രാവാ. ഇതൊക്കെ എന്തിനു കൊടുത്തവന്? ഇതൊക്കെ എന്തിനു കൊടുത്തെന്നാ? ചിന്നു കണ്ടോ, അവന്റെ നമുക്ക് ഐഡിയ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. അവന്റെ ഐഡിയ കിഴിയെന്ന് എനിക്ക് വേണ്ട. പിന്നെ എന്റെ കഞ്ഞിയില് പാറ്റയും ഇട്ട് വൈറലും ആയില്ല. എന്റെ ബദാമും പോയി. എന്റെ ഞാൻ ഈ പിള്ളേരെ പഠിപ്പിച്ച് വാങ്ങിച്ചു വെച്ചേക്കണ നീ ഈ സ്റ്റുഡൻസ് ഒക്കെ വരുമോ എന്ന് ദൈവത്തിനറിയാം. സമാധാനമായല്ലോ. നിങ്ങളുടെ ഒടുക്കത്തെ ഐഡിയ. മര്യാദ ഞാൻ അപ്പഴേ പറഞ്ഞേ, ഈ ഗോഷ്ടി കാണിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പിടിച്ചിരുത്തിയിട്ട് പൈസയും ഇല്ല, മേക്കപ്പും ഇല്ല, ഫ്രീ ഉടുപ്പും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. സമാധാനമായല്ലോ. ഇങ്ങനെ സാധിക്കുന്നു.